നമസ്കാരം, വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു തിരച്ചിൽ. പിതൃമോക്ഷം തേടി കർക്കിടക വാവ് ബലിക്കായി ആറാട്ടുപുഴ മന്ദാരം കടവിൽ ആയിരങ്ങൾ എത്തി. തൃപ്രയാറിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. ചേർപ്പ് തൃപ്രയാർ റോഡിൽ മുത്തുള്ളിയാൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വാർത്തകൾ വിശദമായി. പുത്തൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു തിരച്ചിൽ. പുത്തൂരിലെ കൈനൂർ പുഴയിൽ കാണാതായി 22 വയസ്സുള്ള അഖിൽ എന്ന യുവാവിന്റെ മൃതദേഹം പുത്തൂർ കൂരോത്തുംകടവിൽ നിന്നും കണ്ടെത്തി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ ഫയർഫോഴ്സ്, NDRF, പോലീസ്, നീന്തൽ വിദഗ്ധർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KV സജു, ജോസഫ് ടാജറ്റ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലിപി വർഗീസ്, PS സജിത്, ഗ്രാമപഞ്ചായത്ത് അംഗം PP സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, സിനി പ്രദീപ് കുമാർ തുടങ്ങിയവർ ജനപ്രതിനിധികളും മിഷനിൽ പങ്കാളികളായിരുന്നു. പിതൃമോക്ഷം തേടി കർക്കിടക വാവ് ബലിക്കായി ആറാട്ടുപുഴ മന്ദാരം കടവിൽ ആയിരങ്ങൾ എത്തി. കർക്കിടക മാസത്തിൽ കറുത്ത വാവ് ദിനത്തിലാണ് കർക്കിടക വാവ് ബലി ആചരിക്കുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ. 33 കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരം കടവിൽ ഈ വർഷത്തെ കർക്കിടക വാവ് ബലിയും പിതൃതർപ്പണവും ഭക്തിതർപരമായി നടന്നു. ശനിയാഴ്ച പുലർച്ചെ 12:30 മുതൽ കാലത്ത് 10 വരെയാണ് ബലിതർപ്പണം നടന്നത്. തൃപ്രയാറിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. തളിക്കുളത്ത് പാമ്പുകടിയേറ്റ് ചികിത്സയിരുന്നയാൾ മരിച്ചു. മുറ്റിച്ചൂർ പാലത്തിന് സമീപം വിയ്യത്ത് വേലായുധൻ മകൻ 62 വയസ്സുള്ള പ്രകാശനാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് വീട്ടിൽ പാമ്പുകടിയേറ്റത്. തുടർന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചിരുന്നു. ചേർപ്പ് തൃപ്രയാർ റോഡിൽ മുത്തുള്ളിയാൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സ്വകാര്യ ഭൂമിയിൽ നിന്നിരുന്ന മരം റോഡിലേക്ക് വീണത്. പ്രദേശത്ത് നിരവധി വൈദ്യുതി ലൈനുകൾ തകർന്നു. ഏറെ നേരത്തേക്ക് ഗതാഗതവും പൂർണ്ണമായും മുടങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ അവഹേളിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു എന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. മാള സ്വദേശി പള്ളിമുറ്റത്ത് മുഹമ്മദ് സലീം നൽകിയ പരാതിയിൽ വലിയപറമ്പ് സ്വദേശി ആലങ്ങാട്ടുകര അസീസിനെതിരെ മാള പോലീസ് കേസെടുത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. വാർത്താ നേരം തുടരുന്നു.
ചേർപ്പ് കുറുമ്പിലാവ് പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ MLA-യുടെ നേതൃത്വത്തിൽ മണപ്പുറം ഫൗണ്ടേഷൻ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ കാട്ടൂർ പോലീസ് സ്റ്റേഷന് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ നൽകി. കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബൈജു ER, SI രമ്യ കാർത്തികേയൻ, ഗ്രേഡ് SI ലിജു, GSC PO ശബരി കൃഷ്ണൻ, വിജയൻ, ശ്യാം, CPO അഭിഷ് എന്നിവർ ചേർന്ന് മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസിൽ നിന്നും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ പോലീസ് സ്റ്റേഷന് വേണ്ടി ഏറ്റുവാങ്ങി. മണപ്പുറം ഫൗണ്ടേഷൻ ഈ വർഷത്തെ CSR പദ്ധതികളുടെ ഭാഗമായാണ് കമ്പ്യൂട്ടർ നൽകിയത്. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴംപടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. പെരുമ്പുഴ പാടത്തെ വെള്ളം മണലൂർ താഴംപടവിലൂടെ ഒഴുക്കിവിടുന്നതുമായുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. മണലൂർ നിവാസികളും അരിമ്പൂർ അന്തിക്കാട് മേഖലയിൽ നിന്നെത്തിയവരുമാണ് തമ്മിലടിച്ചത്. ആർക്കും പരിക്കില്ല. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടയിലാണ് ചിലർ പ്രകോപനപരമായി പെരുമാറിയത്. പിന്നീട് നടന്ന ചർച്ചയിൽ എല്ലാ സ്ലൂയിസുകളും തുറന്നുവിട്ട് പാടശേഖരങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് സുഗമമാക്കാൻ നടപടിയായി. മണലൂർ താഴംപടവിൽ മറ്റു പടവിലുള്ളതിനേക്കാൾ താരതമ്യേന വെള്ളം കുറവാണ്. പ്രധാന കനാലിലെ ഒരു സ്ലൂയിസ് മാത്രമാണ് തുറന്നു കിടന്നിരുന്നത്. മറ്റു 2 സ്ലൂയിസുകൾ കൂടി തുറന്ന് അരിമ്പൂരിലെ മേഖലയിൽ നിന്നുള്ള വെള്ളം മണലൂർ പടവ് വഴി ഏനമാവ് റെഗുലേറ്ററിൽ എത്തിച്ച് കടലിലേക്ക് ഒഴുക്കിവിടണമെന്നാണ് ആവശ്യപ്പെട്ടാണ് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പാടത്തെത്തിയത്. പെരുമ്പുഴ 2ാം പാലത്തിൽ പാലക്കഴയും കൂടുതൽ തുറന്ന് വെള്ളം ഒഴുക്കിവിടണമെന്ന് ആവശ്യപ്പെട്ട് അന്തിക്കാട് ചാഴൂർ പഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും എത്തിയിരുന്നു. വലപ്പാട് കാമധേനു ക്ഷീരസംഘം ഹെൽപ്പ് വയനാട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കർഷകരുടെ മക്കളായ വൈഷ്ണവ്, വിനായക് കൃഷ്ണ, ആത്മിക, വൈഷ്ണവി എന്നീ കുട്ടികൾ അവരുടെ കൂട്ടിവെച്ച സ്നേഹ സമ്മാനങ്ങൾ വയനാടിനായി സമർപ്പിച്ച് മാതൃകയായി. കർഷകരും കസ്റ്റമേഴ്സും ചടങ്ങിൽ പങ്കെടുത്തു. സെക്രട്ടറി ഹനീഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജാൻസി തിലകൻ, വാർഡ് മെമ്പർ മണിലാൽ എന്നിവർ അഭിസംബോധന സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നാട്ടിക SN കോളേജ് NCC യൂണിറ്റിന്റെ കൈത്താങ്ങ്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ദിവസമായി ആരംഭിച്ചിട്ടുള്ള ക്യാമ്പിൽ 9 കുടുംബങ്ങളിൽ നിന്നായി 26 അംഗങ്ങൾ താമസിച്ചു വരികയാണ്. അവിടേക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ആവശ്യമായ തുക നാട്ടിക ശ്രീനാരായണ കോളേജിലെ NCC 24 കേരള ബറ്റാലിയൻ തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ ലത വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തി ബാസിക്ക് കൈമാറി. ചടങ്ങിൽ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ അസീബ അസീസ്, PTA പ്രസിഡന്റ് ഷൈന മുഹമ്മദ്, ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു. 21 പേരടങ്ങുന്ന NCC വളണ്ടിയർമാർ ഇന്നത്തെ ദിവസം മുഴുവൻ സമയവും ക്യാമ്പിൽ സേവനങ്ങൾക്കായി ചെലവഴിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മന്ത്രി K. രാജന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു തിരച്ചിൽ. പിതൃമോക്ഷം തേടി കർക്കിടകവാവ് ബലിക്കായി ആറാട്ടുപുഴ മന്ദാരം കടവിൽ ആയിരങ്ങൾ എത്തി. തൃപ്രയാറിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. ചേർപ്പ് തൃപ്രയാർ റോഡിൽ മുത്തുള്ളിയാൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.